ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. മരുന്ന് കഴിച്ചില്ല. പിന്നെ കഴിച്ചോളാന്നാ പറഞ്ഞത്. കുറവില്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ ഡോക്ടർക്ക് ഒന്നും അറിയില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ശോശാമ്മയുടെ അസുഖം മാറില്ല. താൻ ഒന്ന് ഫോൺ ചെയ്ത് സിന്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറയടോ. ബാല പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്നാ സിന്ധു എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് സിന്ധുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കില്ല. നമ്പരട്ടാ, പറഞ്ഞാ മതി പ്ലീസ്. അവള് വരും. എന്താ നമ്പേരേട്ടാ, എന്താ ഇവിടെ? ഇന്നലെ രാത്രി മുതൽ ശോശാമയ്ക്കൊരു നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ പിണക്കില്ല എന്ന് അറിയുമ്പോ അത് അപ്പാടെ മാറുമെന്ന് എന്റെ വിശ്വാസം. ചെല്ല്, രണ്ടുപേരും കൂടെ അകത്തോട്ട് ചെല്ല്. ഹലോ, എന്താ ശോശാമ്മ ചേട്ടത്തി? ആരോട് ചോദിച്ചിട്ടാ ഈ ശ്വാസം മുട്ടലൊക്കെ? സംസാരിച്ചു പോയിരുന്നു ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടി ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അസൽ റൊമാൻസിലാ. ഒന്ന് ചുമ്മാ ഇരിവിനിയ. സിന്ധുവിന്റെ മുഖം കണ്ട അറിയാലോ ഒന്നും തീർന്നിട്ടില്ലെന്ന്. എന്താ സിന്ധു കാര്യം? ഒരു കാര്യമില്ല. ശോശാമ്മ ചേട്ടത്തി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടനെ തീരും. ചേട്ടത്തിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ? ദേ, മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കളയും. പറഞ്ഞേക്കാം. കഴിക്കേ. നിങ്ങൾ പിണങ്ങിയിരുന്ന എനിക്ക് ആ വീർപ്പുമുട്ടല്. ഒരു വീർപ്പുമുട്ടലും ഇല്ല. ചേട്ടൻ നിന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കേ. വൈകുന്നേരം ആവുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ സംഭവം മനസ്സിലായ? അങ്ങനെ ശോശാമ്മ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ? ഞാൻ ഇറങ്ങാൻ നമ്പേരട്ടെ. നിക്ക്, എന്താ ഇങ്ങനെ? ശോശാമ്മയെ പറ്റിച്ചിട്ട് പോവാണല്ലേ? ഈ വീട്ടില് ശോശാമ്മ എന്നോടുണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു ചെറിയ തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ. ഇപ്പൊ എന്താ വഴക്കിന് കാരണം? പറഞ്ഞു തീർത്തിട്ട് പോ. എന്താ വിനയ, എന്താ കാര്യം? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമായിരുന്നു ഞാൻ എന്നെ തീർക്കുമായിരുന്നു. ഒന്ന് പറ സിന്ധു. ഞാൻ പറഞ്ഞത് അഭിനേട്ടനോടല്ല. ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ? അപ്പൊ ബാല തന്നെ കാരണം. അവള് വന്നപ്പോഴേ എന്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. വിട്ടേര് നമ്പ്യാരേട്ടാ. എന്തായി? വഴക്കൊക്കെ തീർന്നു. വന്നപ്പോ എന്താ കാര്യം രണ്ടിനും അറിയില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ കിടന്നു. ചേർന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം. ഒറ്റ പോക്കായിരുന്നു. അപ്പൊ എന്റെ ഉപവാസം ഫലിച്ചു. ഏറ്റു. എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ട ശോശാമ്മേ. നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണെന്നൊരു തോന്നല്. എന്ത് പക? വേണ്ടപ്പെട്ടവരുടെ ഇടയെന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം തകർത്തില്ലേ ഞാൻ? എന്താ ഇത്? എന്തിനാ ഇങ്ങനൊക്കെ? ഇത് വിനയേന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും വിശദമായ റിപ്പോർട്ടാണ്. ഇതിൽ ക്ലാസ്സിനകത്തും പുറത്തും ഒരു അധ്യാപകന് ചേരാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. മാത്രമല്ല, വഴിതെറ്റിയ ചിന്തകളിലേക്ക് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിനാകെ അപമാനം വരുത്തി വെച്ച ഒരു ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിനയേന്ദ്രന് പോലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെന്നാണ്
എന്റെ അഭിപ്രായം, എന്റെ തീരുമാനം. ആദർശത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വിനയചന്ദ്രൻ ഈ സ്കൂളിൽ അധ്യാപകനായി ജോലിയേറ്റത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തീർച്ചയായും ഇറങ്ങിത്തിരിക്കും. നിയമ നടപടികളിലൂടെ അദ്ദേഹം ഈ സ്കൂളിൽ തിരിച്ചു കയറിയാൽ അതായിരിക്കും ഈ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനം. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ കുട്ടികളും തയ്യാറാകും. അതുകൊണ്ട് ശക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളരുത്. വേറൊന്നും ആലോചിക്കാനില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ തന്നെ സമ്മതിക്കും. അവർ ഒപ്പിട്ട് തരികയും ചെയ്യും. ഞാൻ ഈ ആഴ്ച അമ്മയെ കാണാൻ പോയില്ല നമ്പ്യാരേട്ട. സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമാവും. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്കൊരു രൂപമില്ല. സ്കൂളിൽ നിന്ന് അറിയിപ്പ് വന്നു മറ്റന്നാ ചെല്ലാൻ. അന്നായിരിക്കും തീരുമാനം എടുക്കുക. ആകെ ഒരു വിഷമം. സിന്ധു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാ എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത. തനിക്ക് ആ ബാലയോടൊന്ന് ചോദിച്ചൂടെ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? അതിനവളെ എന്റെ മുമ്പിലോട്ടൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഒക്കെ ശരിയാവൂടോ. തനിക്ക് തന്നിലുള്ള വിശ്വാസം അതങ്ങോട്ട് പോവരുത് ഒരിക്കലും. എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാ തോന്നുന്നു. എനിക്ക് മടുത്ത് നമ്പ്യാരേട്ടാ. ഇപ്പൊ ഒരുതരം വെറുപ്പ്, എന്നോടും എല്ലാവരോടും. ചുമ്മാ അത് ഇതും പറയാതെടോ. എല്ലാം കഴിഞ്ഞു വരുമ്പോ എല്ലാത്തിന്റെ മുകളില് ഒരാൾ അങ്ങനെ ജയിച്ചു നിൽക്കും. താൻ നോക്കിക്കോ. വാ മോനെ. പ്ലീസ് കം അനിൽകുമാർ. സിറ്റ് ഡൗൺ. തന്റെ പേരൻസിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്ലാസ് എടുക്കലായിരുന്നു വിനയേന്ദ്രൻ സാറിന്റേത് എന്നാണ് ഇതിന്റെ രത്നച്ചുരുക്കം. അങ്ങനെയൊന്നുമില്ല സർ. അനിൽ, ഭാഷ, ലാംഗ്വേജ് ആശയവിനിമയത്തിനുള്ളതല്ല, പെണ്ണുങ്ങളോട് സൊള്ളാനുള്ളതാണ് എന്ന് അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞു. ആൻസർ ഹിം. മോനെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ. പൂർണ്ണ സത്യങ്ങൾ. സൈലന്റ്. യെസ്. ഒപ്പിട്ട് കൊടുക്കും മോനെ. വൈകാണ് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ. 4-5 ദിവസത്തിനകം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകും. എല്ലാം അറേഞ്ച് ചെയ്തതും പോകാൻ അനുമതി തന്നതും സിന്ധു ചേച്ചിയാ. ഒരുപക്ഷെ തമ്മിൽ ഇനി കാണാൻ കഴിയില്ലായിരിക്കും. വിനയേട്ടനോട് യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങാൻ സിന്ധു ചേച്ചിയാ പറഞ്ഞ്. എന്നെ അനുഗ്രഹിക്കണം. വിനയേട്ടന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തരും വേണം. മാപ്പ് തരേണ്ട തെറ്റൊന്നും ബാല ചെയ്തിട്ടില്ല. പിന്നെ അനുഗ്രഹം, എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ട് ബാലെ. ഓൾ ദി ബെസ്റ്റ്. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ അതിനേക്കാളും ഇഷ്ടം നിനക്ക് നിന്റെ ചേച്ചിയോടാണ്. അതുപോലെ തന്നെ എന്റെ കാര്യം. I love you. I love you so much. But I love your sister more. നിനക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. നീ ഇനിയും വരണം. ഇനിയും വരണം. കൊച്ചു കൊച്ചു രസക്കേടുകൾ ഉണ്ടാക്കാൻ എന്റെ ബാലേട്ടൻ ഇനിയും വരണം. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാം. ഇന്നാണ് എന്റെ ജോലി കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അവരെന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ